അമേരിക്കയുടെ സാമ്പത്തിക ശക്തി ഇറാനെതിരായ വലിയ വിജയത്തിലേക്ക് നയിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായുള്ള ചർച്ചകൾക്ക് തനിക്ക് തിടുക്കമില്ലെന്നും ട്രംപ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയോട് പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഖത്തർ പ്രധാനമന്ത്രി ടെഹ്റാനിലെത്തും. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നുണ്ട്. വിസ്മയ, ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ നിരവധി അവകാശവാദങ്ങൾ നമ്മൾ പതിവായി കേൾക്കാറുള്ളതാണ്. ഇറാൻ തന്നോട് ഒരു ധാരണയ്ക്കായി അഭ്യർത്ഥിക്കുകയാണ്, ചർച്ചയ്ക്ക് തന്നെ നിർബന്ധിക്കുന്നത് ഇറാനാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇറാനുമായി ചർച്ചയ്ക്ക് തനിക്ക് യാതൊരു തിടുക്കവും ഇല്ല എന്നുള്ളതാണ്. എന്തെല്ലാമാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ? അതുപോലെ തന്നെ ഇനി കൂടുതൽ കൂടിക്കാഴ്ചയ്ക്ക് ഒരു മധ്യസ്ഥത എന്ന ഭാഗമായാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി ടെഹ്റാനിലെത്തുന്നത്. അത് ഫലം കാണാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് പശ്ചിമേഷ്യയിലെ ഒരു വിവരങ്ങൾ? അതുല്യ, ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പുതിയ പുതിയ അവകാശവാദങ്ങളുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു കാര്യമാണ് ട്രംപ് പറയുന്നത്. അതായത് ഇറാനുമായുള്ള ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ടെഹ്റാനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് താൻ തിടുക്കം കൂട്ടുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് തിടുക്കമില്ല എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻപേ ട്രംപ് പറഞ്ഞിരുന്നത് ഈ ഒരു ടെഹ്റാനാണ് ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നത് ടെഹ്റാനാണ്. അതുപോലെ തന്നെ വാഷിങ്ടണുമായി ടെഹ്റാൻ ചർച്ച നടത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം മുൻപ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അത് ഇറാൻ നിരസിക്കുകയായിരുന്നു. അത്തരത്തിലൊരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ തന്നെ പിന്നീട് ട്രംപ് പറഞ്ഞത് ഈ ഒരു ഇറാൻ ചർച്ചക്കായി ആവശ്യപ്പെടുന്നു, ഇറാനാണ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇറാനുമായുള്ള ചർച്ചയ്ക്ക് തനിക്ക് തിടുക്കമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇറാൻ ആ ഒരു ചർച്ചയ്ക്ക് നിർബന്ധിക്കുന്നു എന്നുള്ളൊരു രീതിക്കാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഈ ഒരു സമാധാന ചർച്ചയ്ക്കായി മധ്യസ്ഥ വഹിക്കാൻ രംഗത്തെത്തുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് ഖത്തർ പ്രധാനമന്ത്രി എന്തായാലും ടെഹ്റാനിലെത്തുന്നു എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതായത് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽദാനിയാണ് ടെഹ്റാനിൽ എത്തുന്നത്. ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തന്നെ ആകണം ഈ ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ മുൻപേയും ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായി പല രാജ്യങ്ങളും മുന്നോട്ട് വന്നിരുന്നു. അതിൽ പാകിസ്ഥാനടക്കം ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങളൊക്കെ ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നിരുന്നു. ഈ ഒരു ചർച്ച ഫലം കാണുമെന്ന്, അതായത് ഈ ഒരു ചർച്ച ഒരു അന്തിമഘട്ടത്തിലെത്തുമ്പോഴാണ് വീണ്ടും ഈ ഒരു ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നതും അതിനുശേഷമാണ് ഈ ഒരു ചർച്ചകൾക്ക് യാതൊരു പരിഹാരമില്ലാതെ ഉണ്ടാകുന്നതും. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു ഖത്തർ പ്രധാനമന്ത്രിയാണ് ഒരു സമാധാന ചർച്ചക്കായി ടെഹ്റാനിലെത്തുന്നത്. ഇതുപോലെ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു ഓരോ ചർച്ചകളുടെ അന്തിമഘട്ടം എത്തുമ്പോൾ ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ഈ ഒരു ചർച്ച പിന്നീടും ചർച്ച അവസാനിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആക്രമണം തുടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതും. എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രംപ് മുന്നേയും പറഞ്ഞിരുന്നു ഇറാനിലെ ഒരു ഉപരോധം ഏർപ്പെടുത്തുക, അതായത് ഇറാനുമായി വിജയിക്കാൻ വേണ്ടി ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു സാമ്പത്തികമായും അതുപോലെ സൈനിക ഉപരോധവും ഇറാനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറയുന്നത് ഇത്തരത്തിലൊരു ഉപരോധം എന്ന് പറയുന്നത് അത് ഭരണകൂടത്തിൻ്റെ ഭീകരത ഭീകരത അല്ലെങ്കിൽ സാമ്പത്തിക ഭീകരത ഉണ്ടാക്കുമെന്നുള്ള അത്തരത്തിലൊരു പ്രവൃത്തിയാണെന്ന് അബ്ബാസ് അരഗ്ചി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്. അംഗരാജ്യങ്ങളെ അതായത് ഈ ഒരു കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം കത്തെഴുതിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഭരണകൂട ഭീകരത എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ട്രംപ് മുൻപേയും പറഞ്ഞിരുന്നു ഈ ഒരു സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനികമായും ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ യുദ്ധം തുടങ്ങിയ സമയത്തും അടിസ്ഥാന സൗകര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നത്, ആക്രമണം ഉണ്ടായിരുന്നത്. ഈ ഒരു പാലങ്ങൾ, വിമാനത്താവളങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നീട് ഇതുപോലെ ഒരു ഉപരോധം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും അത്തരത്തിലുള്ളൊരു നടപടിയായിരുന്നു ട്രംപ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ
ഇപ്പോൾ ഈ ഒരു ഉപരോധം ഏർപ്പെടുത്തിയത് വിജയത്തിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ട്രംപ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏർപ്പെടുത്തിയ ഈ സൈനിക സാമ്പത്തിക ഉപരോധം വിജയത്തിൽ എത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടിയാണ് ട്രംപ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു ആക്രമണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്രമണത്തിന് ഇപ്പോൾ ഒരു ചെറിയൊരു തോതിൽ ആക്രമണം നടക്കുന്നില്ല, അല്ലെങ്കിൽ പുതിയ ആക്രമണങ്ങളുടെ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഇറാനിലേക്ക് നേരിട്ടോ അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ആക്രമണത്തിൻ്റെ വിവരങ്ങളോ ഒന്നും പുറത്തു വരുന്നില്ല. പക്ഷേ ഇറാഖിൽ നിന്നൊരു വിവരം പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാഖിലെ കുർദിഷ് മേഖലയിൽ എർബിൽ ഗവർണറേറ്റിലെ ഇറാനിയൻ കുർദിഷ് പ്രതിപക്ഷ പാർട്ടികളുടെ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് 2 ഡ്രോണുകൾ ആക്രമണം നടത്തിയെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇറാഖിൽ ആക്രമണം നടത്തിയുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുറച്ച് ദിവസങ്ങൾ മുൻപേ ഒരു ആക്രമണം തുടങ്ങി എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നെങ്കിലും, അല്ലെങ്കിൽ ആക്രമണം നടന്നിരുന്നെങ്കിലും, ഇപ്പോൾ ഒരു സമാധാനം, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാനോ അതുപോലെ തന്നെ ഇറാനിലേക്ക് US ആക്രമണം നടത്തിയാലുള്ള പുതിയ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. എന്തായാലും ഈ ഉപരോധം ഇങ്ങനെ കടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ട്രംപ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിലും ഈ ഒരു ഉപരോധവും അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിൻ്റെ പേരിൽ അവകാശവാദവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ട്രംപ് പറയുകയാണ് ഈ ഒരു ഹോർമൂസ് തങ്ങളുടെ അമേരിക്കയുടെ കീഴിലുള്ള പ്രദേശമാണെന്ന് ട്രംപ് പറയുമ്പോൾ, അതേസമയം തന്നെ അത് അമേരിക്കയുടെ കീഴിലുള്ളതല്ല, അത് ഇറാൻ്റെ തന്നെയാണ് ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് എന്നുള്ളൊരു കാര്യം കൂടെ ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോർമൂസ് കടലിടുക്കിൻ്റെ പേര് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഹോർമൂസ് കടലിടുക്ക് എന്നുള്ളതൊരു വിഷയമാണ്. ഈ ഒരു ഹോർമൂസ് കടലിടുക്കിൻ്റെ പേരിൽ തന്നെയാണ് പല ആക്രമണങ്ങളും നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹോർമൂസ് കടലിടുക്കിൻ്റെ പേരിൽ ഇപ്പോഴും അവകാശവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഒരു ഹോർമൂസ് കടലിടുക്കിലെ മൈനുകളെല്ലാം നീക്കം ചെയ്തു എന്ന് ഇന്നലെ ട്രംപ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു മൈനുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മൈനുകളും നീക്കം ചെയ്തു എന്നുള്ളൊരു കാര്യമായിരുന്നു ട്രംപ് പറഞ്ഞിട്ടുണ്ടായത്. അതുപോലെ പുതിയ മൈനുകൾ സ്ഥാപിച്ചാൽ അത് നശിപ്പിക്കുമെന്നും ടെഹ്റാൻ ഇന്നലെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ ഇത്തരത്തിൽ ഹോർമൂസിൻ്റെ പേരിൽ, അതായത് ഹോർമൂസ് തങ്ങളുടെ കീഴിലെ പ്രദേശമാണെന്ന് പറഞ്ഞു തീർക്കാനുള്ളൊരു തരത്തിലുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. അതേസമയം ആ ഒരു ശ്രമത്തെ പൂർണ്ണമായും നിരസിക്കുകയാണ് ഇറാൻ. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അടക്കം പറഞ്ഞിരുന്നു ഹോർമൂസ് എന്നും ഇറാനിലെ കീഴിലുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോഴും ഉപരോധം തുടരുകയാണ്. അതേസമയം ഒമാനുമായി ഒരു ചർച്ച നടന്നിരുന്നു ഇറാൻ. അതായത് ഹോർമൂസ് കടൽ ഭാഗികമായി അല്ലെ താൽക്കാലികമായി ഒരു പാത തുറക്കുമെന്നൊരു ചർച്ചയും നടന്നിരുന്നു. അപ്പോൾ ആ ഒരു താൽക്കാലിക പാതക്ക് ധാരണയായിട്ടുണ്ട്. എന്നാൽ ആ ഒരു പാത തുറക്കുന്ന സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിവരവും കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഒരു താൽക്കാലിക പാത എന്ന് പറയുന്നത് അവിടെയുണ്ട്, അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരമില്ല. എന്തായാലും ഈ ഒരു ഉപരോധം ഇപ്പോഴും അമേരിക്ക ഇറാൻ്റെ മേൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുല്യ. ശരി, വിസ്മയ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക ഇറാന് മേലുള്ള ഉപരോധം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഖത്തറിൻ്റെയും ഒമാൻ്റെയും എല്ലാം തന്നെ മധ്യസ്ഥതയിൽ ചർച്ചകളും നടക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ നിന്നൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ഇപ്പോൾ അവിടെ ഖത്തർ പ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ചർച്ച, അത് ടെഹ്റാനിൽ നടക്കുന്ന ചർച്ചകളിൽ എന്തെങ്കിലും ഒരു ശുഭപ്രതീക്ഷ ലഭിക്കുന്ന വാർത്തകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.